ചങ്ങായിമാർ എല്ലാവർക്കും സുഖല്ലേ? നമുക്ക് നമ്മളെ TG മോഹൻദാസും വാളയാർ ഹഫീസിനെയും കുറച്ച് കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഒന്ന് കേട്ടിട്ട് വന്നാലോ? ആ പുതിയ കണ്ടുപിടുത്തത്തിൽ അവർ പറഞ്ഞത് ലോകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷത്തോടുകൂടി മുസ്ലിങ്ങൾ ജീവിക്കുന്നത് ഇന്ത്യയിലാണെന്നാണ്. അതിന്റെ കാരണമായിട്ട് അവർ തള്ളുന്നത് എന്താണെന്നറിയാം? നമ്മളെ നരേന്ദ്രമോദിജിയും അമിത്ഷാജിയും ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ഇത്രമാത്രം സന്തോഷത്തോടെ ജീവിക്കുന്നതാണ്. നമുക്കെന്തായാലും ഈ രണ്ട് അത്ഭുത വർണ്ണങ്ങൾ എന്തൊക്കെ പൊട്ടത്തരങ്ങളെന്ന് പറഞ്ഞത് കേട്ടിട്ട് വന്നാലോ? വാസ്തവത്തിൽ ഇത്രയും പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആൾക്കാരില്ല. ലോകത്ത് എവിടെയെങ്കിലും മുസ്ലിങ്ങൾ ഇത്രയും സമാധാനമായിട്ട് കഴിയുന്നുണ്ട് സ്വാതന്ത്ര്യത്തോടെ? ഇന്ത്യയിലല്ലാതെ ഓടത്തില്ല. സൗദി അറേബ്യയാണ് ഇസ്ലാമിൻ്റെ കേന്ദ്രം. അവിടെ മുസ്ലിങ്ങൾക്ക്, കേരളത്തിലെ മുസ്ലിങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം അവിടുത്തെ മുസ്ലിങ്ങൾക്കുണ്ട്? ഇല്ല. ഇപ്പോൾ കൊടുത്തു വരുന്ന മുഹമ്മദ് ബിൻ സൽമാൻ മെല്ലെ ഓപ്പൺ ചെയ്തു വരുന്നുണ്ട്. അല്ല, കേരളത്തിലെ മുസ്ലിങ്ങൾ അതൊന്നും ആഗ്രഹിക്കുന്നില്ല. വാസ്തവത്തിൽ ഇന്ത്യയിലെ പോലെ സുഖം അനുഭവിക്കുന്ന മുസ്ലിങ്ങൾ വേറെ ഒരു രാജ്യത്തുമില്ല. അതെന്താ TG അണ്ണ? ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഇവിടെ സന്തോഷത്തോടെയും സുഖത്തോടെയും ജീവിക്കുന്നതാണ് ഇപ്പം TG അണ്ണന് എന്തോ വിഷമമുള്ള പോലെ. ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ഇവിടെ സന്തോഷത്തോടെയും സുഖത്തോടു കൂടിയും ആത്മാഭിമാനത്തോടു കൂടിയും ജീവിക്കാനുള്ള എല്ലാ അവകാശം ഉണ്ടല്ലേ TG അണ്ണ? അവരുണ്ടല്ല ഇന്ത്യ രാജ്യത്തിന് വേണ്ടി പൊരുതിയിട്ടുണ്ട്, ഇന്ത്യ രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിയായിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് ഇന്ത്യയിലുണ്ടല്ല ആത്മാഭിമാനത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും എല്ലാ പ്രിവിലേജോടു കൂടിയും ജീവിക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ട്. പക്ഷെ രസം എന്താണെന്നറിയാം? മാപ്പ് പറഞ്ഞവന്റെയും ഷൂ പോളിഷ് ചെയ്തതിന്റെ ഒക്കെ ആരാധകരുണ്ടല്ല, അവര് രാജ്യസ്നേഹത്തെ കുറിച്ച് പറഞ്ഞിട്ട് ഈ മുസ്ലിങ്ങളെ കുറ്റം പറയുമ്പോഴാണ് ചിരി വരുന്നത്. നമുക്ക് TG അണ്ണന്റെയും സുനിലണ്ണന്റെയും അടുത്ത തള്ളെന്താണെന്ന് കേട്ടിട്ട് വരാം. മറ്റു രാജ്യങ്ങളും മുസ്ലിങ്ങളും ഉണ്ട്, പക്ഷേ അവിടെ ന്യൂനപക്ഷ സംവരണം ഇല്ല. ഭാരതത്തിൽ അതുകൊണ്ട് ഇല്ലേ? പ്രത്യേക പരിഗണനയുണ്ട്. കേരളത്തിൽ സംവരണം തന്നെയുണ്ട്, ജോലി സംവരണമുണ്ട്, PSCയിൽ. ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? പിന്നെയും ഇവർ നിലവിളിച്ചുകൊണ്ടിരിക്കുക പോരട്ടെ എന്ന്. അതൊരു നല്ല കാര്യം. പിന്നെ നിങ്ങൾക്ക് ഈ സംവരണം എന്ന് കേൾക്കുമ്പോൾ എന്തോ ഒരു ഔദാര്യം കൊടുക്കുന്ന പോലെയാണ്. അത് ഈ ഉന്നത കുല സംഖ്യക്ക് മാത്രം കാണുന്ന ഒരു പ്രത്യേകതരം ചൊറിച്ചലാ അത്. സംവരണം ഔദാര്യമല്ല TG അണ്ണ, അത് അവകാശമാണ്. അതാദ്യം മനസ്സിലാക്കട്ടാ. അത് നമ്മുടെ രാജ്യത്തിന് വേണ്ടി പൊരുതിയവരുടെ പിൻതലമുറക്കാർക്ക് കൊടുക്കുന്നതിൽ യാതൊരു കുഴപ്പമില്ല TG അണ്ണ. എന്തിന് ഉത്തരേന്ത്യയിലൊക്കെ ഉണ്ടല്ല മാപ്പ് പറഞ്ഞ ഷൂ പോളിഷ് ചെയ്തതിന്റെ ഒക്കെ പിൻതലമുറക്കാർക്ക് എത്രമാത്രം സംവരണം കൊടുക്കുന്നുണ്ട്. എന്റെ അഭിപ്രായത്തിലുണ്ടല്ല ഈ TG അണ്ണനും വാളയാർ ഹഫീസിനെക്കൊണ്ടല്ല മുസ്ലിങ്ങളോട് മാത്രമല്ല വിരോധം, ദളിതരോട് നല്ല വിരോധമുണ്ട്. അതുകൊണ്ടാണ് ഇവർക്ക് സംവരണം എന്നൊക്കെ കേൾക്കുമ്പോഴല്ല വല്ലാത്തൊരു ചൊറിച്ചില്, ഒരിക്കലും മാറാത്ത ചൊറിച്ചിൽ വരുന്നത്. നമുക്ക് ഈ രണ്ടാളുടെയും അടുത്ത ചൊറിച്ചിൽ കേട്ടിട്ട് വരാം. ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ ഈ നിയമം, ഭരണഘടന ഇതൊന്നുമല്ല. ഞാൻ ഈ ഭരണഘടന വന്നത് 1950-ലാണ്. അതിന് മുമ്പും ഭാരതത്തിലെ ആൾക്കാരുണ്ടായിരുന്നു, ഹിന്ദുക്കളും ഉണ്ടായിരുന്നു, മുസ്ലിങ്ങളും ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ജീവിച്ചത്? ഹിന്ദുക്കളെല്ലാം കൊണ്ട് മുസ്ലിങ്ങളെ തിന്നു കളഞ്ഞോ? അതുകൊണ്ട് ഭരണഘടനയാണ് നമ്മളെ ചിലർ ഇപ്പോൾ പ്രസംഗിക്കുന്നത് ഞാൻ അന്തം വിട്ട് പോയിട്ടുണ്ട്. എനിക്ക് ജീവിക്കാൻ ഭരണഘടനയുണ്ട്. എടാ, നിന്റെ അപ്പൂപ്പൻ എങ്ങനെയാണ് ജീവിച്ചത്? അന്ന് ഈ സാധനം ഉണ്ടായിരുന്നില്ല. അന്ന് സംഖ്യകളും ഇല്ല എന്റെ TG അണ്ണ. എന്ന് സംഖ്യകൾ തലവൊക്കെയോ അന്ന് തൊട്ട് മുസ്ലിങ്ങൾ മാത്രമല്ല ഹിന്ദുക്കളും ക്രൈസ്തവരൊക്കെ ഉണ്ടല്ല ഒരു ഭയത്തോടു കൂടിയാണ് ജീവിക്കുന്നത്. ഭയന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കണ്ട നിങ്ങളുടെ ആൾബലം കണ്ടിട്ടാണെന്ന്. ആ ഭയമല്ല കേട്ടാ. നിങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വൃത്തികെട്ട വർഗീയത ഉണ്ടല്ല, ആ വർഗീയതയിലൂടെ നിങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വിഭജനമില്ലേ, അതോർത്തിട്ടാണ് നിങ്ങളോട് ഭയം എന്റെ TG അണ്ണ. പിന്നെ ഭരണഘടനക്ക് മുന്നേയും മുസ്ലിങ്ങൾ ഉണ്ടെന്ന് TG അണ്ണ സമ്മതിച്ചില്ല, അത് തന്നെ മഹാഭാഗ്യം. പിന്നെ ഭരണഘടനയുടെ കാര്യം പറയുമ്പോൾ നമ്മുടെ TG അണ്ണന് വല്ലാണ്ട് ചിരി വരുന്നു. കാരണം ഭരണഘടന എന്ന് പറയുന്ന സാധനം നമ്മുടെ TG അണ്ണനും നമ്മളെ വാളയാർ സൈനിക്കുണ്ടല്ല തീരെ താല്പര്യമില്ലാത്ത കാര്യമാണ്. അംബേദ്കറിന്റെയും മഹാത്മാഗാന്ധിയുടെ ഉണ്ടല്ലോ ഇവര് പറ്റുമെങ്കിൽ ചരിത്രത്തിൽ തന്നെ എടുത്തു മാറ്റാനുള്ള ശ്രമത്തിലാണ്. അതിന്റെ ഭാഗമായിട്ടുണ്ടല്ലോ ഇവര് മഹാത്മാഗാന്ധി തൊഴിലുറപ്പിന്റെ പേര് തന്നെ മാറ്റി, എന്നിട്ട് വായിക്കൊള്ളാത്ത ഒരു പേരിട്ടിട്ടുണ്ട്. അതിന്റെ ലാസ്റ്റ് ഉണ്ടല്ല റാം എന്ന് കൂട്ടിയിട്ടുണ്ട്. അത് മാത്രമേ ഇവർക്ക് അറിയൂ. ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു പണിയുണ്ടല്ല, പേര് മാറ്റുക, സ്ഥലങ്ങളുടെ പേര്, സ്ഥാപനങ്ങളുടെ പേര്. ഇത് മാത്രമേ ഇവരെ കൊണ്ട് പറ്റൂ. നമുക്ക് ഇവരുടെ അവസാനത്തെ ചൊറിച്ചിൽ വർത്താനം കേട്ടിട്ട് വന്നാലോ? ഞാൻ ഭരണഘടനക്കാരനാണ്. ഞാനിപ്പോഴും പറയുന്നു, ഭരണഘടന ഉള്ളതുകൊണ്ടൊന്നുമല്ല ഞാൻ ജീവിക്കുന്നത്. സമൂഹത്തിൽ ഈ പരസ്പര വിശ്വാസവും സ്നേഹവും സമാധാനവും ഉള്ളതുകൊണ്ടാണ്. ഭരണഘടന എടുത്തൊന്നും അയൽവക്കത്തുകാരൻ നമ്മളെ തല്ലാൻ വരുമ്പോൾ ഭരണഘടന കാണിച്ചാൽ മതിയോ? അതോ കോടതിയിൽ ഓടുക? യു ഹാവ് ടു ഹാവ് എ ട്രസ്റ്റ് അറ്റ് പീസ്. അതിൽ ചിലപ്പോൾ ചില നിയമവിരുദ്ധമായ കാര്യങ്ങൾ അത് ഇതൊക്കെ സംഭവിച്ചെന്ന് വരെ നമ്മളങ്ങ് കണ്ണടയ്ക്കും. കാരണം ഒരു ബേസിക് ഓർഡർ സൊസൈറ്റിയിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അതല്ലാതെ ദിവസവും ഭരണഘടന കക്ഷത്തി വെച്ച് ജീവിക്കാം എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് ഭോഷ്കാണ്. നിങ്ങൾക്ക് സാധ്യമല്ല.
ഞാൻ പറഞ്ഞില്ലേ നമ്മളെ ടി ജി അണ്ണനുണ്ടല്ല, അംബേദ്കർ എഴുതിയ ഭരണഘടനയോട് യാതൊരു താല്പര്യമില്ല. അണ്ണൻ പറ്റുമെന്നുണ്ടല്ല, ഗോൾവർക്കർ എഴുതിയ വിചാരധാരയില്ലേ, ആ വിചാരധാര ഭരണഘടനയായിട്ട് കൊണ്ടുവരാൻ നോക്കിയെന്ന്. അണ്ണൻ മാത്രമല്ല എല്ലാ സംഖ്യകളും അതിന്റെ ശ്രമത്തിൽ തന്നെയാണ്. പക്ഷെ എന്താണ്, ഇവരൊന്നും ഉണ്ടല്ല നേരിട്ട് ഈ സംഭവം ചെയ്യില്ല. എല്ലാം ഉഡായിപ്പ് മാർഗത്തിലൂടെ മാത്രമേ ഇമാതിരി പരിപാടി അവരെടുക്കൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ മഹാത്മാഗാന്ധിന്റെ പേരുണ്ടല്ലോ ഇവര് ഘട്ടം ഘട്ടമായിട്ട് നമ്മളെ ചരിത്രം എടുത്തു മാറ്റും. അതിനുശേഷം ഉണ്ടല്ല നമ്മുടെ പതാക ഘട്ടം ഘട്ടമായിട്ട് ഇവരുടെ കാവിക്കൊടിയായിട്ട് മാറ്റാൻ ശ്രമിക്കും. പിന്നെ ഗോഡ്സെയും സവർക്കറൊക്കെ ഉണ്ടല്ലോ ഇവര് വലിയ ഏതോ സ്വാതന്ത്ര്യ സമര സേനാനികളായിട്ട് ചരിത്രത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്യും. ഇവരുണ്ടാക്കുന്ന ചരിത്രത്തിൽ കേട്ട അല്ലാണ്ട് പഴയ ചരിത്രത്തിലല്ല. അതുകൊണ്ട് ടി ജി അണ്ണ നിങ്ങൾക്ക് പറ്റുന്ന അതുപോലുള്ള ഉഡായിപ്പ് പരിപാടികൾ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അല്ലാണ്ട് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഇവിടെ സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കുന്നത് നിങ്ങൾ തരുന്ന എന്തോ ഒരു ഔദാര്യമാണെന്ന് മാത്രം പറയലട്ടാ. ഇന്ത്യയിലെ മുസൽമാന് മാത്രമല്ല, ഇന്ത്യയിലെ ഹൈന്ദവനായാലും ശരി ക്രൈസ്തവനായാലും ശരി അഭിമാനത്തോടു കൂടി ആത്മാഭിമാനത്തോടു കൂടി ഇന്ത്യയിൽ ജീവിക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ട്. അതുകൊണ്ട് മാപ്പും പറഞ്ഞിട്ട് ഷൂ പോളിഷ് ചെയ്ത ടീമുണ്ടല്ല, ആ ടീമിന്റെ പിന്തലമുറക്കാർ രാജ്യസ്നേഹവും ദേശസ്നേഹവും പറഞ്ഞിട്ടല്ല മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും ക്രൈസ്തവനെയും പഠിപ്പിക്കാനും വരണ്ടട്ടാ. അതുകൊണ്ട് രാജ്യത്തിന് വേണ്ടി പൊരുതിയ എല്ലാവർക്കും, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്ക് ഈ രാജ്യത്ത് ആത്മാഭിമാനത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും ജീവിക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ട്. നിങ്ങൾ രണ്ടെണ്ണന്മാരും അവിടെ ഇരുന്ന് ഇങ്ങനെ ചൊറിഞ്ഞ് ആ ചൊറിച്ചിലങ്ങ് തീർത്തോ. അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.